Hi guys, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ ഇൻ 6 വീക്സ് എന്ന സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ബിഗിൻ വിത്ത് ദി എൻഡ് ഇൻ ദ മൈൻഡ് ഓർ ഹൗ ടു അച്ചീവ് യുവർ ഗോൾസ് ഇൻ എ മച്ച് മോർ എഫിഷ്യൻറ്റ് വേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. All things are created twice. First in your mind and the second in real life. ഈ ഒരു സെൻറ്റൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഇറ്റ്സ് എ വെരി മച്ച് ബിഗർ ഡീൽ ദാൻ വി തിങ്ക്. ഇറ്റ്സ് ദാറ്റ് നമ്മളിപ്പോൾ ഒരു കാര്യം, നമ്മുടെ ഒരു ആഗ്രഹം, ഫോർ എക്സാമ്പിൾ ഒരു BMW വാങ്ങണം, ഒരു ബെൻസ് വാങ്ങണം എന്നൊരു ആഗ്രഹം ഒരു കുട്ടിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് അവൻ ആ ആഗ്രഹം അവൻ്റെ മൈൻഡിൽ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോഴേക്കും ആ 50% ആ ഗോൾ കഴിഞ്ഞിരിക്കും. അതായത് ഫസ്റ്റ് ആ ഒരു 50% ക്രിയേഷൻ നമ്മുടെ മൈൻഡിലായിരിക്കും. വാട്ട് എവർ യു വോണ്ട് ടു ബിക്കം. അത് ജനറലി മോട്ടിവേഷൻ കോഡ്സിൽ എല്ലാവരും പറയുന്നൊരു സിമിലർ ലൈൻ തന്നെ. പക്ഷേ ഇതിനൊരു ഓപ്പോസിറ്റ് സൈഡുണ്ട്. അതായത് നേരെ തിരിച്ചു പറഞ്ഞാൽ നമ്മൾ എന്തിനാണോ പേടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തിനെ പറ്റിയാണോ ചിന്തിക്കുന്നത് അത് നമുക്ക് വന്നു ചേരും. അത് വന്നു ചേരാൻ ഒരുപക്ഷെ പൗലോ കൊയ്ലോ പറഞ്ഞ മാതിരി ലോകത്തിലെ അല്ലെങ്കിൽ യൂണിവേഴ്സിലെ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് വേണ്ടി അലൈൻ ചെയ്യും എന്ന് പറയുന്നു. അത് നല്ലത് മാത്രമേ നമ്മൾ കേട്ടു വളർന്നിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ഒരു ബാഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പരീക്ഷയ്ക്ക് തോക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ എന്തായാലും പരീക്ഷയ്ക്ക് തോക്കും. പക്ഷേ പരീക്ഷയ്ക്ക് ജയിക്കുന്നു വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം ജയിക്കണമെന്നില്ല, അതിനുവേണ്ടി വർക്കും ചെയ്യണം. പക്ഷേ വർക്ക് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും നെഗറ്റീവ് അടിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ എന്തായാലും പരീക്ഷയ്ക്ക് തോക്കും. ആസ് ഹെൻറി ഫോർഡ് said, if you think you can and if you think you can't, you're right. That's the one best line I can say about this whole video that we are going to see the rest of this 6 to 8 minutes. അത്രേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ, ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ, ശരിയാണ്, അത്രേ ഉള്ളൂ. അത് ആ ഫസ്റ്റ് ക്രിയേഷനിലാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് whatever goal dreams that we are going to or planning to achieve. Our first creation is the most important part. How does it correlate or how does it relate with what the heading of this video is about? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ബിഗിൻ വിത്ത് ദി എൻഡ് ഇൻ ദ മൈൻഡ്. അതും ഈ ഇനീഷ്യൽ ക്രിയേഷനും തമ്മിൽ എന്താ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡ്, അതായത് വാട്ട് എവർ വി ആർ പ്ലാനിങ് ടു അച്ചീവ്, അത് നമ്മൾ നേരത്തെ കണക്ക് കൂട്ടി അല്ലെങ്കിൽ നേരത്തെ അതിനെപ്പറ്റി ചിന്തിച്ച് അതിലോട്ട് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള പ്ലാനിങ് ആദ്യമേ നമ്മൾ ഈ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തിന് മുന്നേ തന്നെ ചിന്തിച്ച് വെച്ചാൽ ഇറ്റ് വുഡ് ബി മച്ച് മോർ ഈസിയർ ദാൻ ബീങ് എ ബ്ലൈൻഡ് പേഴ്സൺ ഫോളോയിങ് എൻ അൺനോൺ പാത്ത്. നമ്മൾ പണ്ടോട്ടേ കേട്ട് വരുന്നൊരു വേർഡാണ് ടാർഗറ്റ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ടാർഗറ്റ് ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പത്തിൽ പിള്ളേർ നമ്മളെല്ലാവരും സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടാവും, പോവേണ്ട സ്ഥലത്തേക്ക് നോക്കി സൈക്കിൾ ഓടിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ബൈക്ക് ഓടിക്കാൻ പറയുമ്പോൾ ബൈക്ക് ലെഫ്റ്റിലോട്ട് തിരിയാനാണെങ്കിൽ നമ്മൾ നേരെ നോക്കാണ്ട് നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് നോക്കുക എന്നൊരു കാര്യം നമ്മളോട് പലതവണ പറഞ്ഞിട്ടുണ്ടാവും. അതിനാണ് ടാർഗറ്റ് ഫിക്സേഷൻ എന്ന് പറയുന്നത്, ഒരു ടെക്നിക്കൽ ടേമാണ്. ആ ടാർഗറ്റ് ഫിക്സേഷൻ തന്നെയാണ് നമ്മുടെ ലൈഫിലും വരുന്നത്. നമ്മൾ എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് നോക്കിയില്ല, നോക്കാണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയാൽ നോക്കിയാൽ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പോകുന്നുള്ളൂ. നമുക്ക് പോകേണ്ട ഡയറക്ഷൻ ലെഫ്റ്റ് ആണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ സ്ട്രെയിറ്റേ പോകുള്ളൂ, ലെഫ്റ്റിലോട്ട് പോകാൻ പറ്റില്ല. ടാർഗറ്റ് ഫിക്സേഷൻ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പല ഇമ്പാക്ട്സ് വരുത്താറുണ്ട്. അതിൽ വൺ ഓഫ് ദ മെയിൻ എക്സാമ്പിൾസ് എന്ന് പറയാന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ചെറുപ്പത്തിൽ അവൻ ഒരു കീബോർഡ് ക്ലാസ്സിനോ അല്ലെങ്കിൽ ഒരു ഗിറ്റാർ ക്ലാസ്സിനോ പഠിക്കാൻ പോയി. പക്ഷേ ആ ക്ലാസ്സിൻ്റെ ഇടയിൽ വെച്ച് ഇനീഷ്യൽ സ്റ്റേജിൽ അവന് അവന് അഡ്ജസ്റ്റ് ആവണില്ല, അവനതൊന്നും വഴങ്ങി വന്നില്ല. പക്ഷേ ആ സമയത്ത് ഇഫ് ഹിസ് പാരൻസ് സെഡ് ദാറ്റ് ഈസ് ബാഡ്, അല്ലെങ്കിൽ സ്വന്തം മോൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് ശരിയാവില്ല, ഇതെന്തെല്ലാം ബൈട്ടാണെന്ന് പറഞ്ഞ് ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിലും നമ്മൾ തമാശ എന്ന രീതിയിൽ ആ കൊച്ചിനെ കളിയാക്കിക്കൊണ്ടിരുന്ന ആ കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ കോംപ്ലക്സും ഒരു താൻ ബെറ്റർ അല്ല, ഐ മീൻ താൻ ഇനഫ് അല്ല എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു ടാർഗറ്റ് ഫിക്സേഷനാണ്. താൻ ബെറ്റർ അല്ല, താൻ നല്ലതല്ല എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നാച്ചുറലി ഒരാളുടെ പ്രൊഡക്ഷൻ കുറയും. അത് റിയൽ ലൈഫിൽ നമ്മളൊരു അഡൾട്ടിൻ്റെ കേസിലും സെയിം സിറ്റുവേഷനാണ്. നമ്മളിപ്പോൾ ഓഫീസിലാണെങ്കിൽ ഒരു കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡൻ്റ് പഠിക്കുകയാണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് പല സിറ്റുവേഷനിലും നമ്മൾ ബെറ്റർ അല്ല എന്ന് നമ്മുടെ പിയേഴ്സും ടീച്ചേഴ്സും
പലതവണ നമ്മളോട് പറയുമ്പോൾ നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ടിരുന്നാൽ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അവർ പറയുന്ന പോലെ തന്നെ ആയിത്തീരും. The best way to overcome this negative target fixation is that to become the own creator of our mind. Taking back to the first situation I said, like begin with the end in the mind. നമ്മുടെ മനസ്സിലെ ഫസ്റ്റ് ക്രിയേഷൻ അത് ഒരിക്കലും മറ്റൊരാളെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. അത് നമ്മുടെ സ്വന്തം ക്രിയേഷനാണ്. ഇപ്പം ഞാൻ തിയററ്റിക്കലി പറഞ്ഞു, ഇത് തിയററ്റിക്കലി ഒരു സംഭവമാണ്, നമ്മുടെ സ്വന്തം ക്രിയേറ്റർ ആണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ഓക്കെ, പക്ഷെ അത് എങ്ങനെ ആവാം എന്നൊരു ചോദ്യമുണ്ട്. ഇതിപ്പോൾ പറഞ്ഞാൽ ഈസിയാണ്, എങ്ങനെയാവാം? ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ, ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. നമ്മൾ എന്താവണം എന്നുള്ളത് നമ്മൾ ഇപ്പോഴേ ആണ് എന്നങ്ങ് ചിന്തിക്കുക. അത് പ്രാക്ടിക്കലാണോ ഇംപ്രാക്ടിക്കലാണോ എന്ന് കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി വേറി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞാനിപ്പോൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു മില്യണയർ ആവാൻ ആഗ്രഹിച്ചു, ഒരു കമ്പനിയുടെ CEO ആവാനാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ആ സിറ്റുവേഷൻ ഞാൻ ഇപ്പോഴേ അങ്ങ് ആണെന്നങ്ങ് വിചാരിച്ചു പോയാൽ ഒരു CEO അല്ലെങ്കിൽ ഒരു ബില്യണയർ അല്ലെങ്കിൽ മില്യണയറായിട്ട് ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അയാളുടെ ബിഹേവിയർ പോവുക, അയാൾ ഹൗ ഹി ഡീൽസ് വിത്ത് തിങ്സ്, ഹൗ ഹി തിങ്സ് എന്നുള്ളത് ഞാൻ ഇനാക്ട് ചെയ്താൽ സ്ലോലി ഐ ബിക്കം ദാറ്റ് പേഴ്സൺ. അതാണ് പൗലോ കൊയ്ലോ പറഞ്ഞത്, യൂണിവേഴ്സ് മൊത്തം നമ്മുടെ കൂടെ നിൽക്കുന്നു. ഇറ്റ്സ് ആക്ച്വലി ദാറ്റ് വി ആർ ടേണിങ് അവർ സെൽഫ്സ് ഇൻ ടു ദാറ്റ് ഫൈനൽ ഫോം. അത് യൂണിവേഴ്സ് കൂടെ നിൽക്കണമല്ല, യൂണിവേഴ്സിനെ നമ്മൾ അൺകോൺഷ്യസ്ലി അല്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി യൂണിവേഴ്സിനെ നമ്മളായിട്ട് തന്നെ നമ്മുടെ വഴിക്ക് വരുത്തുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേജ് തന്നെയാണ്, സ്റ്റാർട്ടിങ്. സോ അതിന് ഏറ്റവും നല്ലൊരു രീതി എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് സ്റ്റാർട്ട്, ബട്ട് സ്റ്റാർട്ട് സ്മോൾ. അത്രേ ഉള്ളൂ. അത് നമ്മൾ ആദ്യം തന്നെ ചാടിക്കേറി നമ്മുടെ ഫുൾ സ്വഭാവം മാറ്റാൻ നോക്കിയാൽ അത് ഒരിക്കലും നടക്കാൻ പോകണം. 2 ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടിയും ചെയ്യും, അത് കഴിഞ്ഞ് നേരെ ബാക്ക് ടു നോർമൽ. പക്ഷേ ഫസ്റ്റ് നമ്മൾ ചെറിയ സ്റ്റെപ്സ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കുഞ്ഞു സ്വഭാവങ്ങൾ ദാറ്റ് വി ഡോണ്ട് ലൈക്ക്, നമ്മൾ ഇഷ്ടപ്പെടാത്തത് മാത്രമല്ല, ജനറലായിട്ട് നമ്മൾ ഒരു തേർഡ് പേഴ്സൺ വ്യൂവിൽ നോക്കുമ്പോൾ, ഇപ്പം എൻ്റെ ചില സ്വഭാവങ്ങൾ ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നല്ലാണ്ട് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും അല്ലാണ്ട് വേറൊരു തേർഡ് പേഴ്സൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അത് നല്ല സ്വഭാവമല്ല, മാറ്റിയാൽ കൊള്ളാം എന്ന് തോന്നുന്ന സ്വഭാവങ്ങളുണ്ടാവും, കുഞ്ഞു സ്വഭാവങ്ങൾ. അത് മാറ്റാൻ നമ്മൾ ഇനീഷ്യലി ശ്രമിച്ചു തുടങ്ങാം. അത് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൂട്ടുകാരെ അൺനെസസറി കളിയാക്കുക. അത് ഒരു തേർഡ് പേഴ്സൺ വ്യൂവിൽ നോക്കുമ്പോൾ എപ്പോഴും കളിയാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുന്നത്, പക്ഷേ എപ്പോഴും കളിയാക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ അതിന് എന്ത് റെമഡിയലാവാൻ നോക്കാം. ഞാൻ തന്നെ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും, ഞാൻ കൂട്ടുകാരെ അങ്ങനെ ഓവറായിട്ട് കളിയാക്കുന്ന ഒരാളല്ല, ഞാൻ കൂട്ടുകാരെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ ഫ്രണ്ട്സിന് കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും എന്ന് ഞാൻ തന്നെ പറഞ്ഞ് ഡെയിലി രാവിലെ 2 തവണ ഇങ്ങനെ പറഞ്ഞ് ചെയ്യുമ്പോൾ നമ്മൾ നാച്ചുറലി അതിലോട്ട് കൺവേർട്ടാവും. അതേപോലെ അടുത്ത വേറെ എന്തെങ്കിലും ചെറിയ സ്വഭാവം അത് കഴിഞ്ഞിട്ട് പറ്റും. അങ്ങനെ സ്റ്റെപ്പായിട്ട് മാറ്റിയിട്ട് നമ്മളൊരു 2 years 3 years ടൈമിൽ നീക്കിയെടുത്ത് നോക്കുമ്പോൾ നമുക്ക് നാച്ചുറലി വലിയൊരു ഡിഫറൻസ് കാണാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഞാൻ നേരത്തെ പറയണത് ഇതൊക്കെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു റിസർച്ചിനെ ബേസ്ഡ് ആയിട്ടൊന്നുമല്ല, ഞാൻ വായിച്ചതും എനിക്ക് എക്സ്പീരിയൻസ് വന്നതുമായിട്ടുള്ള കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യുന്നുള്ളൂ. സോ ഇഫ് യു വാണ്ട് മോർ ഓഫ് ദീസ് വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. സോ താങ്ക് യു.